ഉത്തരാഖണ്ഡിൽ ബിജെപിക്ക് തിരിച്ചടി. ഹരീഷ് റാവത്ത് സർക്കാർ വിശ്വാസ വോട്ട് നേടി. സർക്കാരിന് അനുകൂലമായി 34 വോട്ട് ലഭിച്ചു. ബിജെപിക്ക് 28 വോട്ടുകൾ ലഭിച്ചു. ഒരു ബിജെപി എംഎൽഎ കോൺഗ്രസിന് വോട്ട് ചെയ്തു. ഫലം മുദ്രവെച്ച കവറിൽ സുപ്രീം കോടതിക്ക് കൈമാറും. സുപ്രീം കോടതി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, 9 എംഎൽഎമാരെ അയോഗ്യരാക്കിയ ഗവർണറുടെ നടപടി കൂടി നിലനിന്നിരുന്നു. ആ സാഹചര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. നിലവിൽ എന്താണ് സംഭവിച്ചത്? അരുൺ, രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഉത്തരാഖണ്ഡിലെ വിശ്വാസ വോട്ടെടുപ്പിൽ ബിജെപിക്ക് ഇപ്പോൾ കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഹരീഷ് റാവത്തിന്റെ കോൺഗ്രസ് സർക്കാർ 34 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി സഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചിരിക്കുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ 31 അംഗങ്ങളുടെ പിന്തുണയായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ 3 അംഗങ്ങൾ അധികമായി വോട്ട് നേടിക്കൊണ്ട് വ്യക്തമായ മേധാവിത്വം തന്നെയാണ് ഹരീഷ് റാവത്ത് സർക്കാർ ഇപ്പോൾ നേടിയിരിക്കുന്നത്. ബിജെപിക്ക് 28 എംഎൽഎമാരുടെ പിന്തുണ മാത്രമാണ് നേടാനായത്. അവസാനം നടന്ന വോട്ടെടുപ്പിന്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് നടന്ന അട്ടിമറിയിൽ ഒരു ബിജെപി എംഎൽഎ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ഒരു കോൺഗ്രസ് എംഎൽഎ ബിജെപിക്കും അനുകൂലമായി വോട്ട് ചെയ്യുകയുണ്ടായി. ഈ ഒരു വോട്ടെടുപ്പ്, ഈ ഒരു മാറ്റത്തോടു കൂടിയാണ് 28 എന്ന അക്കത്തിലേക്ക് ബിജെപിക്ക് എത്താൻ കഴിയുകയും ചെയ്തത്. 9 കോൺഗ്രസ് വിമത എംഎൽഎമാർക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇതാണ് ഹരീഷ് റാവത്ത് സർക്കാരിന് തുണയായത്. അതോടൊപ്പം തന്നെ BSPയുടെ 2 അംഗങ്ങളും സ്വതന്ത്ര എംഎൽഎമാരും ഉത്തരാഖണ്ഡ് ക്രാന്തി ദളിന്റെ ഒരു എംഎൽഎയും ഹരീഷ് റാവത്ത് സർക്കാരിനെ പിന്തുണച്ചു. ഇവരുടെ പിന്തുണ കൂടി നേടിയതോടുകൂടിയാണ് സഭയിൽ വ്യക്തമായ മേധാവിത്വം നേടാൻ ഹരീഷ് റാവത്തിനായത്. ഏതായാലും ഔദ്യോഗികമായ ഫലപ്രഖ്യാപനം ഇന്ന് ഇല്ല. പക്ഷേ സഭയിൽ നിന്നും പുറത്തിറങ്ങിയ എംഎൽഎമാരാണ് കോൺഗ്രസ് ഭൂരിപക്ഷം നേടിയതായി വ്യക്തമാക്കിയത്. ഇന്ന് നടന്ന ഈ വിശ്വാസ വോട്ടെടുപ്പിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഫലപ്രഖ്യാപനം നാളെയാണ് സുപ്രീം കോടതി നടത്തുക. ഇത് സീൽ വെച്ച കവറിൽ ഈ വോട്ടെടുപ്പ് ഫലം നാളെ രാവിലെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഔദ്യോഗിക ഫലപ്രഖ്യാപനം ഉണ്ടാവുക. ഏതായാലും ഹരീഷ് റാവത്ത് പ്രതികരിച്ചിരിക്കുന്നത് സുപ്രീം കോടതിക്കും ഉത്തരാഖണ്ഡിലെ ജനങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. നാളെ ഉത്തരാഖണ്ഡിൽ ഇതുവരെ ഉണ്ടായ രാഷ്ട്രീയ സ്ഥിതിക്ക് മാറ്റമുണ്ടാകുമെന്നാണ് ഹരീഷ് റാവത്ത് പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ BJP നേതൃത്വത്തിന്റെ പ്രതികരണം ഇത് ജനാധിപത്യത്തിന്റെ കൊലപാതകമാണ് എന്നുള്ള തരത്തിലാണ് BJP നേതൃത്വം പ്രതികരിച്ചത്. ഏതായാലും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇത് BJPയുടെ കേന്ദ്ര സർക്കാരിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ് എന്നും പ്രതികരിക്കുകയുണ്ടായി. ഏതായാലും രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഈ ഒരു വിശ്വാസ വോട്ടെടുപ്പിൽ കോൺഗ്രസ് ഭൂരിപക്ഷം തെളിയിച്ചിരിക്കുന്നു. എന്തായാലും BJPക്ക്, കേന്ദ്ര സർക്കാരിനും BJPക്കും ഇത് ഒരു തിരിച്ചടിയായി തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അരുൺ, ദില്ലിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് BJPക്ക് വഴികാട്ടിയെന്ന് പ്രകാശ് കാരാട്ട്. ത്രിപുരയിലും കേരളത്തിലും മാത്രമാണ് BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയാത്തത് എന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. We know what has happened in the rest of the country. Wherever there was Congress governments, by their corrupt misrule, they got discredited and helped the BJP to come to power. In Tripura, they are not there in the assembly ever. In West Bengal also, for more than 3 decades, when the left front was in government, the BJP could not enter the assembly. It's only when the Trinamool Congress, which is the ruling party there now, made an alliance with the BJP that the BJP could get some seats. So if we have to keep this communal forces out of the assembly and power, who can do that job? Only the LDF in Kerala can do that job, not the UDF. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. കോൺഗ്രസ് BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയാണെന്ന് VS. കോൺഗ്രസിൽ നിന്നുകൊണ്ട് സംഘ് പ്രചാരകനെ പോലെ BJPക്ക് വേണ്ടി പണിയെടുക്കുകയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെന്നും VS ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. BJP എന്ന ബാധയെ കേരളത്തിൽ കുടിയിരുത്താൻ ശ്രമിച്ച ദുർമന്ത്രവാദിയാണ് ഉമ്മൻചാണ്ടിയെന്നും VS ചൂണ്ടിക്കാട്ടി. ഈ ദുർമന്ത്രവാദിയെ ജനങ്ങൾ എന്ന മന്ത്രവാദികൾ മുച്ചൂടും നശിപ്പിക്കുമെന്നും അദ്ദേഹം കുറിച്ചു. ഇന്ത്യയിൽ BJPയുടെ വളർച്ചയ്ക്ക് കാരണക്കാർ ഇടതുപക്ഷമാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കാറുണ്ട്. എന്നാൽ വർഗീയ വിഷം ചീറ്റുന്ന BJPക്ക് കുടപിടിച്ചത് കോൺഗ്രസ് ആണ്. സ്വയം ചീഞ്ഞ് BJPക്ക് വളമാവുകയാണ് കോൺഗ്രസ് ഭരണത്തിലിരുന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി പദത്തിലിരുന്ന എത്ര പേരാണ് പരിവാരങ്ങളായി BJPയിൽ ചേർന്ന് ആ സംസ്ഥാനങ്ങളിലെ ഭരണം തന്നെ BJPക്ക് അടിയറ വച്ചതെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കണമെന്നും VS ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിമാരായിരുന്ന ഗഗോങ് അപാങ്, കലീകോപുൾ, വിജയ് ബഹുഗുണ, ഗിരിധർ ഗമാങ്, ജഗദാംബിക പാൽ എന്നിവരൊക്കെ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നവരാണ്. കേന്ദ്രമന്ത്രിമാരായ നജ്മ ഹെപ്തുള്ള, ഇന്ദ്രജിത് സിംഗ് റാവു എന്നിവരുടെ പശ്ചാത്തലവും ഉമ്മൻചാണ്ടി മറക്കരുതെന്നും VS കുറിച്ചു. ലിസ്റ്റ് വളരെ നീണ്ടതാണ്. എന്നാൽ ഇവരെല്ലാം കവച്ചുവെക്കുന്നതാണ് ഉമ്മൻചാണ്ടിയുടെ റെക്കോർഡ്.
കോൺഗ്രസിനുള്ളിൽ നിന്ന് ഒരു സംഘപ്രചാരകനെ പോലെ ബി.ജെ.പിക്ക് വിടുപണി ചെയ്യുന്ന കോൺഗ്രസുകാരനാണ് ഉമ്മൻചാണ്ടിയെന്നും വി.എസ്. ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. അതിനായി നടേശനെ പോലെ ഒരു മധ്യവർത്തിയെയും ഉമ്മൻചാണ്ടി സൃഷ്ടിച്ചെടുത്തു. ഇതിന്റെ ടെസ്റ്റ് ഡോസാണ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഉമ്മൻചാണ്ടി തന്നെ മണ്ഡലം തിരിച്ച് ഈ പരീക്ഷണം കേരളമൊട്ടാകെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും വി.എസ്. ചൂണ്ടിക്കാട്ടുന്നു. മധ്യവർത്തിയായ നടേശൻ UDF അധികാരത്തിൽ വരുന്നതാണ് ബി.ജെ.പിക്ക് നല്ലതെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. വാളെടുത്ത് വെളിച്ചപ്പാടിനെ പോലെ ഹോം ഹും ഹ്രീം എന്ന് ബി.ജെ.പിക്കെതിരെ ഇപ്പോൾ ഉമ്മൻചാണ്ടി ഉറഞ്ഞുതുള്ളുന്നത് ആരെ പറ്റിക്കാനാണ്? മുഖ്യമന്ത്രിയുടെ ഇത്തരം വേലത്തരങ്ങൾ കണ്ട് നാട്ടുകാർ വാപത്തിച്ചിരിക്കുകയാണെന്നും വി.എസ്. കുറിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ബി.ജെ.പി ബാധയെ കേരളത്തിൽ കുടിയിരുത്താൻ ശ്രമിച്ച ദുർമന്ത്രവാദിയാണ് ഉമ്മൻചാണ്ടി. ജനങ്ങളെന്ന യഥാർത്ഥ മന്ത്രവാദികൾ ഈ ബാധയെ മുച്ചൂടും ഒഴിപ്പിച്ചിരിക്കുമെന്നും വി.എസ്. ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. NN കൃഷ്ണദാസിന് പിന്തുണയുമായി മുൻ ഗവർണറും കോൺഗ്രസ് നേതാവുമായ ശങ്കരനാരായണൻ. കൃഷ്ണദാസ് അഴിമതിയുടെ കണിക പോലും കലരാത്ത നേതാവാണ്. പ്രഗത്ഭനായ രാഷ്ട്രീയ പ്രവർത്തകനാണ് കൃഷ്ണദാസ്. പാർലമെന്റ് അംഗമായിരുന്നപ്പോഴുള്ള പ്രവർത്തനവും ശ്ലാഘനീയമാണെന്നും ശങ്കരനാരായണൻ പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തനമായി മനസ്സിലാക്കി പ്രവർത്തിച്ച കൃഷ്ണദാസ് നാളിതുവരെ അഴിമതിയുടെ കണിക പോലും കലരാതെ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഏത് പാർട്ടിയിലായാലും, കോൺഗ്രസ്സിലായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും ഏത് പാർട്ടിയിലായാലും ജനങ്ങൾക്ക് വിശ്വാസമുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാരെയാണ് ഇന്ന് ആവശ്യം. ആ ഒരു രംഗത്ത് കൃഷ്ണദാസിന് അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അതിശയോക്തി ഇല്ലാത്ത അഭിപ്രായം. കണ്ണൂർ ജില്ലയിൽ വ്യാപക RSS ആക്രമണം. അഴീക്കോട് നീർക്കടവിൽ CPM ഓഫീസും LDFന്റെ പ്രചാരണ ബോർഡുകളും RSS തകർത്തു. കല്യാശ്ശേരി പാറക്കടവിൽ CPM പ്രവർത്തകനെ വെട്ടി പരിക്കേൽപ്പിച്ചു. ആക്രമണത്തിൽ 13 വയസ്സുകാരനും പരിക്കേറ്റു. UDFകാരുടെ ഭീഷണിയെ തുടർന്ന് തിരുവനന്തപുരം വലിയവേളിയിൽ LDF പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തു. വലിയവേളി സ്വദേശി ബിജു അലക്സാണ്ടറാണ് ആത്മഹത്യ ചെയ്തത്. വീടിന് മുന്നിലെ പാർട്ടി പതാക നീക്കണമെന്ന് UDFകാർ ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിക്കാൻ കൂട്ടാക്കാത്തതിനെ തുടർന്ന് ഇവർ ബിജുവിനെ മർദ്ദിക്കുകയായിരുന്നു. കള്ളക്കേസിൽ കുടുക്കാമെന്ന മനോവിഷമം മൂലമാണ് ബിജു ആത്മഹത്യ ചെയ്തത് എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. UDF പ്രവർത്തകരായ ആൻഡോ, ഭാര്യ അരുണിമ, മറാഠി ജോസ് എന്നിവരുടെ പേരെഴുതി വെച്ചിട്ടാണ് LDF പ്രവർത്തകനായ വല്യവേളി സൂസൻ നിവാസിൽ ബിജു അലക്സാണ്ടർ ആത്മഹത്യ ചെയ്തത്. ബിജുവിന്റെ വീടിന് മുന്നിലെ മരത്തിൽ സ്ഥാപിച്ച ചെങ്കൊടി നീക്കം ചെയ്യണമെന്ന് ഒരാഴ്ച മുമ്പ് മറാഠി ജോസിന്റെ നേതൃത്വത്തിലുള്ള ക്രിമിനൽ സംഘം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതനുസരിക്കാൻ ബിജു കൂട്ടാക്കിയില്ല. സമീപ പ്രദേശത്ത് ഒരു ഓട്ടോറിക്ഷ മോഷണം പോയ കേസിൽ കുടുക്കുമെന്ന് മറാഠി ജോസിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ ബിജുവിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇന്നലെ രാത്രിയും വീട്ടിലെത്തിയ മറാഠി ജോസും സംഘവും ഭീഷണിപ്പെടുത്തിയതോടെയാണ് ബിജു ആത്മഹത്യ ചെയ്തത്. കഴക്കൂട്ടം MLA MA വാഹിദിന്റെ അടുത്ത വിശ്വസ്തനാണ് മറാഠി ജോസ് എന്ന് കൗൺസിലർ മേടയിൽ വിക്രമൻ ആരോപിച്ചു. ബിജു അലക്സാണ്ടർ വീട്ടിന്റെ മുമ്പേ ഒരു കൊടി എടുത്ത് പരസ്യമായി ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാൻ ഇടതുപക്ഷ പ്രവർത്തകനാണ്, എൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു കൊടിയെല്ലാം എടുത്ത് 2 ദിവസത്തിന് മുമ്പെയാണ് കൊടിയെല്ലാം വീട്ടിൻ്റെ മുമ്പിൽ മരതി കെട്ടിയത്. ഇതെല്ലാം അവരെ ചൊടിപ്പിച്ചു. ഇവിടെ UDFന്റെ പേര് കേട്ട 1-2 ഗുണ്ടകൾ, ആ ഗുണ്ടകൾ അവരുടെ പേരെല്ലാം ബിജു എഴുതി വെച്ചിട്ടുണ്ട്, മരണക്കുറിപ്പായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പോലീസ് നല്ല രീതിയിൽ ശക്തമായി ആ കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ള നിലയിൽ, കൗൺസിലർ എന്നുള്ള നിലയിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇതിനു മുമ്പും ബിജുവിന് നേരെ നിരവധി തവണ ആക്രമണം നടന്നിരുന്നു. അന്നൊക്കെ പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാവാത്തതാണ് ബിജു അലക്സാണ്ടറിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ബിജുവിന്റെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ മറാഠി ജോസ് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. പുറ്റിങ്ങൽ ദുരന്തം നടന്ന് 1 മാസം പിന്നിട്ടിട്ടും സർക്കാർ പ്രഖ്യാപിച്ച സഹായധനം ഇതുവരെയും വിതരണം ചെയ്തിട്ടില്ല. മരണമടഞ്ഞവരുടെ കുടുംബത്തിന് 12 ലക്ഷം രൂപ വീതമാണ് സർക്കാർ സഹായം പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതുവരെ സഹായം നൽകിയത് ഒരു കുടുംബത്തിന് മാത്രമാണ്. 4 ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ നൽകിയത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, മറ്റ് വിശദാംശങ്ങൾ. അരുൺ, 110 പേരാണ് ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്. 400-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. സംഭവം നടന്ന് 1 മാസം പിന്നിട്ടിട്ടും സർക്കാർ പ്രഖ്യാപിച്ച 12 ലക്ഷം രൂപ മരിച്ചവരുടെ ആശ്രിതർക്ക് നൽകിയിട്ടില്ല. പേരില് ഇന്നലെ കൊല്ലം ജില്ലാ കളക്ടർ ഷൈഹ മോൾ
പരവൂരിലെ ഒരു കുടുംബത്തിലെ രക്ഷിതാക്കൾ കൊല്ലപ്പെട്ടിരുന്നു. അവരുടെ മക്കൾക്ക് മാത്രം 4 ലക്ഷം രൂപ വീതം നൽകി ഒരു ചടങ്ങാക്കി അതിനെ മാറ്റുകയായിരുന്നു. ബാക്കി പൈസയുടെ കാര്യം കുറിച്ച് യാതൊരു പ്രതികരണവും ജില്ലാ ഭരണകൂടത്തിന് അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിനിധിയിൽ നിന്ന് ലഭിച്ചതെന്നാണ് ആ കുടുംബം അറിയിച്ചത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവരുടെ ജീവിതം ദുരിതപൂർണമാണ്. ആദ്യം ഈ സ്വകാര്യ ആശുപത്രികളെ പ്രവേശിപ്പിക്കാനും ഇഷ്ടമുള്ളിടത്ത് ചികിത്സ തേടാനും ഗവൺമെന്റ് എല്ലാ സൗകര്യവും ഒരുക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അന്ന് പരവൂരിൽ ദുരന്ത സ്പോട്ട് സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. അതിനുശേഷം നിരവധി പേർ സ്വകാര്യ ആശുപത്രികളിലേക്കുമായി അവിടെ ചികിത്സ നിഷേധിച്ചപ്പോൾ പീപ്പിൾ ടിവിയുടെ ഇടപെടലിനെ തുടർന്നാണ് വീണ്ടും ഗവൺമെന്റ് അവിടെ ഇടപെടുകയും പണം നൽകാൻ തയ്യാറായത്. എന്നാൽ തുടർ ചികിത്സ, ഡിസ്ചാർജിന് ശേഷമുള്ള തുടർ ചികിത്സയ്ക്ക് ഇപ്പോൾ സർക്കാർ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ഒരു കുടുംബത്തിന് 20,000 രൂപ വരെ കയ്യിൽ നിന്ന് പണം ചെലവഴിച്ചിട്ടും 5 പൈസ പോലും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാനും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. രാജ്കുമാർ, കൊല്ലത്ത് നിന്ന്. പാനമ രേഖകൾ പരസ്യപ്പെടുത്തി. ICIJ വെബ്സൈറ്റിലാണ് രേഖകൾ പരസ്യപ്പെടുത്തിയത്. രേഖകളിൽ 2000-ഓളം ഇന്ത്യക്കാരുടെ പേരുകൾ. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി S. സന്തോഷ് ചേരുന്നു. സന്തോഷ്, ഈ രേഖകളിൽ ആരൊക്കെയാണുള്ളത്? ആരൊക്കെയാണ് പ്രമുഖർ? അരുൺ, മൊസാക് ഫൊൺസേക എന്ന കമ്പനിയിൽ നിന്നും ചോർന്നു കിട്ടിയ വിവരങ്ങൾ പരിശോധിച്ചാണ് പനാമയിലെ നിക്ഷേപകരുടെ വിവരങ്ങൾ ഇപ്പോൾ പരസ്യമാക്കിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരുടെ ഒരു അന്താരാഷ്ട്ര കൺസോർഷ്യമാണ് അവരുടെ വെബ്സൈറ്റിലൂടെ ഈ രേഖകൾ പുറത്തുവിട്ടതും. പരസ്യമാക്കിയ വിവരങ്ങൾ പ്രകാരം 1,15,00,000-ഓളം രേഖകളുണ്ട്. 2,14,000-ഓളം വ്യാജ കമ്പനികൾ കള്ളപ്പണ നിക്ഷേപത്തിനായി രൂപീകരിക്കപ്പെട്ടു. 37,000-ഓളം ഇന്ത്യൻ ഫയലുകൾ മാത്രമുണ്ട് ഈ രേഖകളിൽ. ഇതിൽ 1,406 ഇന്ത്യക്കാരുടെ പേരുകളുണ്ട്. കൂടാതെ വ്യാജ കമ്പനികളുടെ വിദേശ നിക്ഷേപം നടത്തിയ 14 മലയാളികളുടെ പേരുകളും ഈ രേഖകളിൽ വായിക്കാം. റാന്നി, കായംകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ല, പിന്നെ കോഴിക്കോട്, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള 9 മേൽവിലാസങ്ങളിലാണ് ഈ 14 പേരുകൾ ഉള്ളത്. 22 വ്യാജ കമ്പനികളും 44 ഇടനിലക്കാരും ഇന്ത്യൻ മേൽവിലാസത്തിലുണ്ട്. ഈ കേരളത്തിലെ പേരുകളോടൊപ്പം തന്നെ കേരള ഇൻവെസ്റ്റീസ് പ്രോപ്പർട്ടീസ് എന്ന പേരിൽ ബ്രിട്ടനിലുള്ള ഒരാൾ ബ്രിട്ടനിലെ വെർജിൻ ദ്വീപിൽ കമ്പനി സ്ഥാപിച്ചതായും ഈ രേഖകളിൽ കാണാം. എന്തായാലും നേരത്തെ അമിതാഭ് ബച്ചൻ, ഐശ്വര്യ റായ് തുടങ്ങിയവരുടെ പേരുകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബാക്കിയുള്ളവരുടെ പേരുകൾ കൂടിയുള്ളത്. നിലവിൽ പനാമ രേഖകൾ പ്രകാരമുള്ള എല്ലാ വിവരങ്ങളും ഇപ്പോൾ പുറത്താക്കിയ രേഖകളിൽ ഉണ്ട്. ഈ വെബ്സൈറ്റിലും കാണാൻ കഴിയും. അരുൺ. S. സന്തോഷ്, ദില്ലിയിൽ നിന്ന്. ദില്ലി കൊച്ചി എയർ ഇന്ത്യ വിമാനം ഭോപ്പാലിൽ അടിയന്തരമായി ഇറക്കി. അഗ്നിബാധ ഭീഷണിയെ തുടർന്നാണ് വിമാനം ഇറക്കിയത്. യാത്രക്കാരെ ഒഴിപ്പിച്ച് പരിശോധന നടത്തുകയാണ്. വിമാനത്തിൽ ലഗേജ് വയ്ക്കുന്ന ഭാഗത്തായിരുന്നു തീ പടരുന്നതായി കണ്ടെത്തിയത്. യാത്രക്കാർ എല്ലാവരും സുരക്ഷിതരാണ്. പൈലറ്റിന്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് വലിയ ദുരന്തം ഒഴിവായത്. LDF വൻ ഭൂരിപക്ഷത്തോടെ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് കലാകൗമുദി എഡ്യൂപ്ലസ് സർവേ ഫലം. LDFന് 98 മുതൽ 102 സീറ്റ് വരെ ലഭിക്കും. 51% പേർ ഭരണമാറ്റം വേണമെന്ന് അഭിപ്രായപ്പെടുന്നു. UDFന്റെ സർക്കാർ സുതാര്യതയില്ലാത്ത ഭരണമാണെന്നും സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെടുന്നുണ്ട്. 38 മുതൽ 42 സീറ്റുകൾ വരെ UDFന് ലഭിച്ചേക്കുമെന്ന് പറയുന്ന സർവേ BJPക്ക് സീറ്റ് ലഭിക്കുമെന്ന് തീർത്തു പറയുന്നില്ല. ഇതടക്കം പുറത്തുവന്ന 5 സർവേ ഫലങ്ങളും LDF വൻ വിജയം നേടും എന്നാണ് പറയുന്നത്. കലാകൗമുദി വാരികയ്ക്ക് വേണ്ടി എഡ്യൂപ്രസ് പഠന ഗവേഷണ ഏജൻസി കേരളത്തിൽ നടത്തിയ പഠനത്തിലാണ് LDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന് പറയുന്നത്. 98 മുതൽ 102 സീറ്റുകൾ വരെ നേടി LDF അധികാരത്തിൽ വരുമെന്നാണ് സർവേ ഫലം പറയുന്നത്. 38 മുതൽ 42 സീറ്റുകൾ വരെ UDFന് ലഭിക്കുമെന്ന് പറയുമ്പോൾ 0 മുതൽ 2 സീറ്റുകൾ വരെയാണ് BJPക്ക് ലഭിക്കാൻ സാധ്യതയെന്നും സർവേ ഫലം പറയുന്നു. സർവേയിൽ പങ്കെടുത്ത 51% പേർ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന് അഭിപ്രായപ്പെട്ടു. 26% പേർ ഭരണമാറ്റം ഉണ്ടാകില്ലെന്ന് പറഞ്ഞപ്പോൾ 21% പേർ അഭിപ്രായം പറയാൻ തയ്യാറായില്ല. നാളെ തെരഞ്ഞെടുപ്പ് നടന്നാൽ LDFന് 44% വോട്ട് ലഭിക്കുമെന്നും 40% വോട്ട് UDFന് ലഭിക്കുമെന്നും 15% NDAക്ക് ലഭിക്കുമെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. അഴിമതിക്കൊപ്പം കാപട്യവും ജനങ്ങൾ വെറുക്കുന്നുവെന്നാണ് സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടത്. UDF സർക്കാരിന്റെ സുതാര്യതയില്ലായ്മയും കാപട്യവും വെറുക്കുന്നതായി ജനങ്ങൾ അഭിപ്രായപ്പെടുന്നു. BJP ഏറെ പ്രതീക്ഷയോടെ കാണുന്ന നിയമമണ്ഡലത്തിൽ LDF BJPയേക്കാൾ 6% വോട്ടിന്റെ മുന്നിലാണെന്നാണ് സർവേ ഫലം പറയുന്നത്. ഇതുവരെ 5 സർവേ ഫലങ്ങൾ പുറത്തു വന്നതിലും 5ലും LDF കേരളത്തിൽ അധികാരത്തിലെത്തുമെന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനായ ജോർജ് കുട്ടിയുടെ നേതൃത്വത്തിൽ 100ഓളം ജേർണലിസം വിദ്യാർത്ഥികളാണ് കലാകൗമുദിക്ക് വേണ്ടി സർവേ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ജിഷ കൊലക്കേസിൽ അയൽവാസികളും പോലീസ് നിരീക്ഷണത്തിൽ. അയൽവാസികളുടെ വിരലടയാളം പോലീസ് പരിശോധിക്കുകയാണ്. ജിഷയുടെ വീട്ടിൽ നിന്ന് 2 വിരലടയാളങ്ങളാണ് ലഭിച്ചത്. ഇവ കസ്റ്റഡിയിലുള്ളവരുടേതുമായി പൊരുത്തപ്പെടുന്നില്ല. ഇവ തിരിച്ചറിയാൻ ആധാർ ഡാറ്റാ ബാങ്കിന്റെ സഹായം തേടും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സമീർ വഴങ്ങോട് ചേരുന്നു. സമീർ, ജിഷ കൊല്ലപ്പെട്ടിട്ട് 13ാം ദിനമാണ് ഇന്ന്. ഏതു ദിശയ്ക്കാണ് അന്വേഷണം നീങ്ങുന്നത്? നാളേക്ക് 14 ദിവസം, അതായത് 2 ആഴ്ച പൂർത്തിയാകുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖ പോലും വ്യക്തമായ രീതിയിൽ ഒരു പ്രതിയിലേക്ക് എത്താവുന്ന വ്യക്തമായ സൂചന പോലും പോലീസിന് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തുന്നു. പല തരത്തിലുള്ള പരിശോധനകളും പലരെയും ചോദ്യം ചെയ്യുന്ന നടപടികളും തുടരുന്നു. അതിനപ്പുറത്ത് വ്യക്തമായ ഒരു സൂചന പോലും പോലീസിന് ലഭ്യമായിട്ടില്ല. ഇന്ന് പ്രധാനമായും പോലീസ് ചെയ്യുന്നത് ജിഷയുടെ വീട് ഉൾപ്പെടുന്ന 2 വാർഡുകളിലെ സമീറാണ് വിവരങ്ങൾ നൽകിയത്.